ഹലോ, നമ്മുടെ ചാനലിൽ ഫസ്റ്റ് റിക്വസ്റ്റ് പ്രകാരമുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ റിക്വസ്റ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? സ്ക്വിഷി ഉണ്ടാക്കുക ചേച്ചിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതും പേപ്പർ സ്ക്വിഷി. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ 2 സ്ക്വിഷി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, എനിക്കും അറിയില്ലായിരുന്നു സ്ക്വിഷി എന്താണെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി, അപ്പോൾ വളരെ എളുപ്പമാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അപ്പോൾ വളരെ എളുപ്പമാണ്. ആദ്യം ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ വരഞ്ഞെടുക്കുക. വരയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പേപ്പർ നേരെ സെൻറ്ററിൽ നിന്ന് മടക്കിയിട്ട് വേണം വരയാനായിട്ട്. കാരണം നമ്മളിത് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെയുള്ള 2 പിക്ചർ വേണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ വരഞ്ഞൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്ത് അത് ഒത്തിരി ഭംഗിയാക്കി എടുക്കുക. അപ്പോൾ നല്ലപോലെ കളറൊക്കെ ചെയ്ത് ഭംഗിയായെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഒരു മാർക്കറോ ബ്ലാക്ക് സ്കെച്ചോ ബ്ലാക്ക് പെന്നോ എടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ടും ഔട്ട്ലൈന് കൊടുക്കുക. ഔട്ട്ലൈൻ കൊടുത്താൽ മാത്രമേ നമ്മൾ വരച്ച പിക്ചർ നല്ല അട്രാക്റ്റീവായി ഇരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാണെന്നൊക്കെ നമുക്ക് നോക്കി ചെയ്യണമെങ്കിൽ പിൻട്രസ്റ്റ് യൂസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വരയാൻ വേണ്ടി കഴിയും. അപ്പോൾ ട്രേസ് എടുത്തിട്ടും വരയ്ക്കാം. വരയാൻ അറിയാത്തവർക്ക് ട്രേസ് എടുത്തിട്ടും വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്യൂട്ട് മിഫിയാണ് ഇപ്പോൾ വരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കറിയാവുന്നതുപോലെ തന്നെ ഞാൻ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മടക്കിയിട്ട് തന്നെ വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്കിലാണ് നമുക്ക് 2 മിഫിനെ കിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. എങ്കിലാണ് ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പം അതൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമൻറ്റുകളൊക്കെ വേഗം പോന്നോട്ടെ. അപ്പോൾ ഈ ഒരു സ്ക്വിഷി ക്യാരക്ടർ കളർ ചെയ്യുമ്പോൾ മുകളിലത്തെ ആളെ മാത്രം കളർ ചെയ്ത് കുട്ടപ്പനാക്കിയാൽ മതി. ബാക്കിലത്തെ ആളെ ഒന്നും ചെയ്യാതെ വെച്ചാൽ മതി. ഇനി ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് പോർഷൻ കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലാക്ക് മാർക്കറൊക്കെ വെച്ച് ഹൈലൈറ്റ് ചെയ്തില്ലേ അതിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് 2 മിഫിനെ കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു വൈറ്റ് പോർഷൻ ഇത് ഇങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ബാക്കിൽ വേണം നമ്മുടെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അല്ലാതെ നമ്മൾ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് അതുപോലെ കൊണ്ടുപോയി ഒട്ടിക്കരുത്, തിരിഞ്ഞു പോകും. മനസ്സിലായോ? ഇനി നമുക്ക് സെല്ലോ ടേപ്പ് എടുക്കാം, അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇത്തിരി വലുപ്പമുള്ളതുകൊണ്ട് നമുക്ക് സെല്ലോ ടേപ്പ് 2 പ്രാവശ്യമായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടി വരും. നമ്മൾ എടുത്തിരിക്കുന്ന പിക്ചറിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് സെല്ലോ ടേപ്പ് കുത്തനെയോ വിലങ്ങിനെയോ 2 പ്രാവശ്യം ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ഒട്ടിക്കുന്ന സെല്ലോ ടേപ്പ് ആദ്യം ഒട്ടിച്ച സെല്ലോ ടേപ്പിൻ്റെ നേരെ മുകളിലായിട്ട് ഒട്ടിക്കണം കേട്ടോ. നേരെ മുകളിലല്ല, അതിന് മുകളിലായിട്ട് ഒട്ടിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ചു. ഇനി ഇത് നേരെ ആ ഒരു പിക്ചറിന് കണക്കായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം. പിക്ചറിൻ്റെ സെയിം സൈസിൽ ആ ഒരു സെല്ലോ ടേപ്പ് സൈഡിൽ നിന്നൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പം നമ്മുടെ ബാക്കിലത്തെ പോർഷൻ ഓക്കെ ആയി. ഇനി നമുക്ക് മുന്നിലത്തെ എടുക്കാം. അപ്പോൾ സെല്ലോ ടേപ്പ് എടുക്കാം. അധികം വലിച്ചു പിടിച്ച് ഒട്ടിക്കണ്ട കേട്ടോ. എനിക്ക് അധികം വലിച്ചു പിടിക്കുമ്പോഴാണ് ചുളിവ് വരുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അധികം വലിച്ചു പിടിക്കാതെ നമ്മൾ എന്താ പറയുക അധികം ശക്തിയില്ലാതെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ ചുളിവുകളൊന്നും വരാതെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതും ഇതിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ഒട്ടിക്കുമ്പോൾ കുറച്ചധികം സെല്ലോ ടേപ്പ് വേണം കേട്ടോ. സൈഡിലും മുകളിലൊക്കെ ആയിട്ട് കുറച്ചധികം വേണം. അതുകൊണ്ട് ഞാൻ 3 എണ്ണമായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നേരത്തെ പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കുമ്പോൾ നേരത്തെ നമ്മൾ ഏറ്റവും ആ ഒരു പിക്ചറിന് കണക്കായിട്ടാണ് കട്ട് ചെയ്തത്. പക്ഷേ ഈ ഫ്രണ്ടിൽ ഒട്ടിക്കുന്നത് അങ്ങനെ കട്ട് ചെയ്യരുത്. കുറച്ച് പോർഷൻ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമ്മളിപ്പോൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതുകൊണ്ട് ആ ഒരു കോണ് വരുന്ന ഭാഗത്തു നിന്നൊക്കെ നമ്മളൊന്ന് വളച്ചിട്ട് ഒരു റൗണ്ട് പോലെ ഒന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഓരോ ഭാഗത്തു നിന്നും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടും കുറച്ച് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലെങ്കിൽ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കുറച്ച് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാം. കാരണം നമുക്ക് ബാക്കിലത്തെ ആ ഒരു പോർഷൻ കൂടി വെച്ച് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല ഭംഗിയായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് അവിടെ ഇവിടെയൊക്കെ പൊങ്ങിക്കിടക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ചുറ്റിലും കട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ വെക്കേണ്ട പോർഷൻ എടുക്കാം, ഇതിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് മടക്കിയെടുക്കാം. ഓരോ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓരോന്നും ഇതുപോലെ ഒന്ന് ബാക്കോട്ടേക്ക് മടക്കി കൊടുക്കാം. ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്യാൻ പാടില്ല, കുറച്ച് പോർഷൻ അവിടെ വിടണം.
ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പോർഷൻ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ ചെയ്ത് വരികയാണ്. അപ്പം സൂക്ഷിച്ച് ചെയ്യണം. ഇവിടുന്ന് നമ്മുടെ കയ്യിലൊട്ടിപ്പിടിക്കും, ആ ഒരു പേപ്പറിലൊട്ടിപ്പിടിക്കും. അതൊക്കെ സൂക്ഷിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി കേട്ടോ. എങ്കിലേ നമുക്ക് നല്ല ഭംഗിയിലും നല്ല വൃത്തിക്കിലും കിട്ടും. ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പോർഷൻ ഞാൻ അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, ഇത് കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് പോർഷൻ അവിടെ വിട്ടിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിലൂടെ വേണം നമ്മൾ കുറച്ച് കോട്ടണോ അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ ടിഷ്യൂ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാൻ വേണ്ടി പറ്റും. ടിഷ്യൂ നിറച്ചാൽ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ച അവക്കാഡോയിലും ഐസ്ക്രീമിലൊക്കെ ടിഷ്യൂ ആണ് നിറച്ചിരിക്കുന്നത്. ടിഷ്യൂ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് നിറച്ചിരിക്കുന്നത്. അപ്പോൾ കോട്ടൺ നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സെലോ ടാപ്പിൻ്റെ മുകളിൽ ആ കോട്ടൻ്റെ ആ ഒരു ആ നാര് പോലത്തെ സംഭവമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒട്ടില്ല. എനിക്ക് ഒട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ ആക്കുന്ന സമയത്ത് ആ ഒരു സെലോ ടാപ്പിൻ്റെ സൈഡിലൊക്കെ ആ ഒരു കോട്ടൺ പറ്റിയിട്ടുണ്ടായിരുന്നു. അവസാനം ഗ്യാപ്പ് അടക്കാനായപ്പോൾ അത് ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വീണ്ടും, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിഷമിക്കൊന്നും വേണ്ട, ഇത് ഇങ്ങനെ ഒട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു സെലോ ടാപ്പ് എടുത്തു, അതിന് കണക്കായിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു. അത് നേരത്തെ ചെയ്ത പോലെ കുനുകുനാ എന്ന് കട്ട് ചെയ്തു. എന്നിട്ട് നേരത്തെ ചെയ്ത സെയിം പ്രോസസ്സിൽ തന്നെ അങ്ങോട്ടേക്ക് മടക്കി ഒട്ടിച്ചു. അങ്ങനെയാണ് പിന്നെ ചെയ്തെടുത്തത്. ഇതേ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഒട്ടിച്ചിട്ട് നമ്മളിങ്ങനെ കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് മടക്കി ഒട്ടിച്ചു. അപ്പോൾ ഒട്ടാത്ത പോർഷനിലൊക്കെ ഇതുപോലെ ഒന്ന് വീണ്ടും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിൽ കാണുമ്പോൾ ഒരു വൃത്തികേടും ഒന്നും തോന്നില്ല. ഇപ്പം നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ സ്ക്വിഷി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാമല്ലോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ.